ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ മാർച്ചിൽ ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട പ്രണവ് മോഹൻലാൽ സിനിമയാണല്ലോ രാഹുൽ സദാശിവം സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമ കൂടിയായി പേരിട്ടിട്ടില്ലാത്ത സിനിമ. ഇപ്പോഴത്തെ പ്രമയുഗം എന്ന സിനിമയുടെ നിർമ്മാതാവിന്റെ രണ്ടാമത്തെ മലയാളം സിനിമ കൂടി ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പാക്കപ്പ് ആയിരിക്കുകയാണ്. വെറും 35 ദിവസങ്ങൾ കൊണ്ടാണ് സിനിമയുടെ ഷൂട്ട് പാക്കപ്പ് ആയിരിക്കുന്നത്. ഈ വർഷം അവസാനം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. അങ്ങനെ ദുൽഖറിന്റെ ഐ ആം ഗെയിം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മെയ് 3-ാം തീയതി ട്രിവാൻഡ്രത്ത് ആരംഭിക്കുമെന്നാണ്. ദുൽഖർ, ആന്റണി വർഗീസ് തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെ ആദ്യ 2 ഷെഡ്യൂളുകളിൽ പെപ്പയ്ക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഷൂട്ടിംഗിൽ എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ദുൽഖർ ജൂൺ അതല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ സിനിമയിലേക്ക് ജോയിൻ ചെയ്യും. 2026 നഹാസ് ഇതേ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ. പുഷ്പ 2 ദി റൂൾ കഴിഞ്ഞ വർഷത്തിലെ വലിയ വിജയം നേടിയെടുത്ത തെലുഗു സിനിമയാണല്ലോ. അല്ലു അർജുൻ നായകനെ എത്തിയ സിനിമ ഒരാഴ്ച മുന്നേ നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലും വിവിധ സൗത്ത് ഇന്ത്യൻ TV ചാനലുകളിലും സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഏഷ്യാനെറ്റിൽ മികച്ച TRP സിനിമ നേടിയെടുത്തിരിക്കുന്നു. 7.05 സിനിമയുടെ ആദ്യ TRP. തമിഴിൽ സ്റ്റാർ വിജയ് ചാനലിൽ സംപ്രേഷണം ചെയ്ത സിനിമയ്ക്ക് 5.37 TRPയും തെലുഗു ടെലിവിഷൻ പ്രീമിയറിൽ 12.61 TRPയും കന്നഡ ചാനലിൽ സംപ്രേഷണം ചെയ്തപ്പോൾ 4.20 TRPയും സിനിമ നേടിയെടുത്തിരിക്കുന്നു. അപ്പോൾ മികച്ച TRP പുഷ്പ 2 ടെലിവിഷൻ പ്രീമിയറിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഐ ആം കാതലൻ എന്ന നെസ്ലൻ സിനിമ ഒരാഴ്ച മുന്നേ മഴവിൽ മനോരമ ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നു. 1.88 സിനിമയുടെ ആദ്യ TRP. റൈഫിൾ ക്ലബ്ബ് കഴിഞ്ഞ വർഷം ക്രിസ്മസിന് തിയേറ്ററുകളിലേക്ക് എത്തി നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണല്ലോ. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സിനിമയ്ക്ക് 2.02 TRP മാത്രമേ ആദ്യ TV പ്രീമിയറിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 19-ാം നൂറ്റാണ്ട് 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ. ചിത്രം ഫ്ലവേഴ്സ് TVയിൽ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്തപ്പോൾ 1.21 TRP നേടിയെടുത്തിരിക്കുകയാണ്. ഹലോ മമ്മി കഴിഞ്ഞ വർഷത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ. ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്ത സിനിമയ്ക്ക് 2.67 TRP മാത്രമേ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. രജനികാന്തിന്റെ വേട്ടയ്യൻ ഒരാഴ്ച മുന്നേ സൂര്യ TV ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നു. സിനിമയുടെ ആദ്യ TRP 2.03 മാത്രമാണ്. ഇനി അവസാനമായിട്ട് ലാലേട്ടൻ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ്റെ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സത്യനന്ദിക്കാട് സിനിമയാണല്ലോ ഹൃദയപൂർവ്വം. മികച്ച രീതിയിൽ ഷൂട്ടിംഗ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന സിനിമ ഇപ്പോഴും ഓണം റിലീസിലേക്ക് തന്നെ പ്ലാൻ ചെയ്ത സിനിമയാണ് എന്നും ഓഗസ്റ്റ് 28-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. കാത്തിരിക്കാം ഹൃദയപൂർവ്വത്തിന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക്.